ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയിൽവേയുടെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫെസ്റ്റിവൽസ് ആണ്. അപ്പോൾ നമുക്ക് ഫെസ്റ്റിവൽസിൽ റെയിൽവേ മുന്നേ ചോദിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ചലോ ലോക്കു ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ്? ഏത് സ്റ്റേറ്റിലാണ് ചലോ ലോക്കു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എപ്പോഴാണ് വന്നതെന്ന് നോക്കൂ. ഈ ക്വസ്റ്റ്യൻ വന്നത് 17/8/2022 ഷിഫ്റ്റിലാണ് വന്നത്. ഗ്രൂപ്പ് ഡിയിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 17/8/2022 ഷിഫ്റ്റിലാണ് വന്നത്. രാവിലത്തെ ഷിഫ്റ്റായിരുന്നു അല്ലേ? അതിൽ രാവിലത്തെ ഷിഫ്റ്റിലായിരുന്നു ചലോ ലോക്കു ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റിലാണെന്ന് നോക്കാം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: UP ഉത്തർപ്രദേശ്, ഓപ്ഷൻ 2 ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ 3 മധ്യപ്രദേശ് ആൻഡ് ഓപ്ഷൻ 4 അരുണാചൽ പ്രദേശ്. അപ്പോൾ ചലോ ലോക്കു ഫെസ്റ്റിവൽ എവിടെയായിരിക്കും? ചലോ ലോക്കു ഫെസ്റ്റിവൽ ഓപ്ഷൻ 4 അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലാണ് എന്തുള്ളത്? ചലോ ലോക്കു ഫെസ്റ്റിവൽ ഉള്ളത്. ഇനി നെക്സ്റ്റ്, ദ ചലോ ലോക്കു ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ഒക്ടോബർ-നവംബർ ബൈ ദ നോക്തി കമ്മ്യൂണിറ്റി. അപ്പോൾ ചലോ ലോക്കു ഫെസ്റ്റിവൽ എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഒക്ടോബറിലും നവംബറിലുമാണ് ചലോ ലോക്കു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഒക്ടോബർ-നവംബർ സമയത്താണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ചലോ ലോക്കു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഏത് കമ്മ്യൂണിറ്റിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നോക്തെ കമ്മ്യൂണിറ്റിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ചലോ ലോക്കു ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഒക്ടോബർ-നവംബറിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഏത് കമ്മ്യൂണിറ്റിയാണത് ആഘോഷിക്കുന്നത്? നോക്തെ കമ്മ്യൂണിറ്റിയാണത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി അരുണാചൽ പ്രദേശിലുള്ള വേറെ കുറച്ച് ഫെസ്റ്റിവൽ നമുക്ക് നോക്കാം. വേറെ കുറച്ച് ഫെസ്റ്റിവലാണ് സിയാങ് റിവർ ഫെസ്റ്റിവൽ. ഫസ്റ്റ് വൺ ആണ് സിയാങ് റിവർ ഫെസ്റ്റിവൽ. രണ്ടാമത്തത് പൻസൗ പാസ് വിൻ്റർ ഫെസ്റ്റിവൽ. പങ്സൗ പാസ് വിൻ്റർ ഫെസ്റ്റിവൽ. മൂന്നാമത്തത് സീറോ ഫെസ്റ്റിവൽ ഓഫ് മ്യൂസിക്. സീറോ ഫെസ്റ്റിവൽ ഓഫ് മ്യൂസിക്. നാലാമത്തത് സൊലുങ്. ശ്രദ്ധിക്കുക, സൊലുങ്. അഞ്ചാമത്തത് ന്യോയ്ക്കും. ശ്രദ്ധിക്കുക, ന്യോക്കും. ആറാമത്തത് ലോസർ ഫെസ്റ്റിവൽ. ഏഴാമത്തത് ഡ്രീ ഫെസ്റ്റിവൽ. എട്ടാമത്തത് ബുരി ബൂട്ട്. ഒമ്പതാമത്തത് ലോക്കു ആൻഡ് പത്താമത്തത് സൻകെൻ. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ശ്രദ്ധിക്കുക. സൻകെൻ ഫെസ്റ്റിവൽ. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്നുകൂടെ പറയാം നമുക്ക്. ചലോ ലോക്കു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ഫെസ്റ്റിവലാണ്. ഒക്ടോബർ-നവംബറിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നോക്തെ കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ വേറെ കുറച്ച് ഫെസ്റ്റിവൽസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. സിയാങ് റിവർ ഫെസ്റ്റിവൽ ആദ്യത്തെയാണ് സിയാങ് റിവർ ഫെസ്റ്റിവൽ. രണ്ടാമത്തത് പെൻസ്ഗൗ അല്ലേ, പെൻസ്ഗൗ പാസ് വിൻ്റർ ഫെസ്റ്റിവൽ. മൂന്നാമത്തത് സീറോ ഫെസ്റ്റിവൽ ഓഫ് മ്യൂസിക്. നാലാമത്തത് സൊലുങ്. അഞ്ചാമത്തത് ന്യോക്കും. ആറാമത്തത് ലോസർ ഫെസ്റ്റിവൽ. ഏഴാമത്തത് ഡ്രീ ഫെസ്റ്റിവൽ. എട്ടാമത്തത് ബുരി ബോട്ട്. ഒമ്പതാമത്തത് ലോക്കു ആൻഡ് പത്താമത്തത് സൻകെൻ. ഇത്രയും ഫെസ്റ്റിവലുകൾ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഫെസ്റ്റിവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് വരുന്നുണ്ട്? ക്വസ്റ്റ്യൻസും വരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നവ്രോസ് ഫെസ്റ്റിവൽ ഈസ് റിലേറ്റഡ് ടു വിച്ച് റിലീജിയസ് കമ്മ്യൂണിറ്റി? ശ്രദ്ധിക്കുക, നവ്രോസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഏത് റിലീജിയസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത് നോക്കൂ. ഗ്രൂപ്പ് ഡിയിലെ ക്വസ്റ്റ്യൻ ആണ്. 17/8/2022 ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഈസ് പാർസി, ഓപ്ഷൻ ബി ഈസ് ബുദ്ധിസ്റ്റ്, ഓപ്ഷൻ സി ഈസ് ജെയിൻ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് സിഖ്. അപ്പോൾ നവ്രോസ് ഫെസ്റ്റിവൽ ഏത് റിലീജിയസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നവ്രോസ് ഫെസ്റ്റിവൽ പാർസി റിലീജിയസ് കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നു അല്ലേ? പാർസി റിലീജിയസ് കമ്മ്യൂണിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്ത്? നവ്രോസ് ഫെസ്റ്റിവൽ. ഇനി വേറെ പാർസി ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണെന്ന് നോക്കുക. വേറെ പാർസി ഫെസ്റ്റിവൽസ് ആണ്. ഫസ്റ്റ് വൺ ജംഷെദി. ജംഷെദി എന്ന് പറയുന്നത് ഒരു പാർസി ഫെസ്റ്റിവൽ ആണ്. പിന്നെ നവ്രോസ് നമ്മളിപ്പോൾ പഠിച്ചു, നവ്രോസ്. പിന്നെ കോഡാഡ് സാൽ. പിന്നെ പട്ടേട്ടി. ഓക്കെ, പട്ടേട്ടി. പിന്നെ വരുന്നതാണ് സാർത്തോസ്റ്റ് നോ ദീസോ. ഇങ്ങനെയുള്ള ഇത്രയും ഫെസ്റ്റിവലാണ് പാർസിയിൽ മെയിനായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലുകൾ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആദ്യത്തെയാണ് ജംഷേദി, പിന്നെ നവ്രോസ്, ഖോർഡാഡ് സാൽ, പട്ടേട്ടി,
സാർത്തോസ്റ്റ് നോ ദീസോ. ഇത്രയും ഫെസ്റ്റിവലാണ് ഏത് റിലീജിയസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? പാർസി റിലീജിയസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നത്. ഇനി ദ വേർഡ് നവ്രോസ്. വേർഡ് നവ്രോസ് കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? പാർസീസ് ന്യൂ ഇയർ അല്ലേ? പാർസി കമ്മ്യൂണിറ്റിയുടെ ന്യൂ ഇയർ എന്നാണ് മീൻ ചെയ്യുന്നത്. ഇറ്റ് ലിറ്ററലി മീൻസ് ന്യൂ ഡേ. അപ്പം നവ്രോസിൻ്റെ മീനിങ് എന്താണ്? ന്യൂ ഡേ എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലേ? പുതിയ ദിവസം എന്നാണ് നവ്രോസ് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പാർസീസ് ന്യൂ ഇയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വർഷിപ്ഡ് ബൈ പീപ്പിൾ ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ഓഫ് പൊങ്കൽ? പൊങ്കൽ ഫെസ്റ്റിവൽ സമയത്ത് ഏത് ദൈവത്തിനെയാണ് ആരാധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് എപ്പോഴാണ് വന്നേക്കുന്നത്? ഗ്രൂപ്പ് ഡിയുടെ തന്നെ 18/8/2022 മോർണിംഗ് ഷിഫ്റ്റിൽ വന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് വർഷിപ്ഡ് ബൈ പീപ്പിൾ ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ഓഫ് പൊങ്കൽ? ഫെസ്റ്റിവൽ ഓഫ് പൊങ്കൽ സമയത്ത് ആരെയാണ് ആരാധിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 ഗോഡ് ശിവ, ഓപ്ഷൻ 2 മാ ദുർഗ, ഓപ്ഷൻ 3 ദ മൂൺ ആൻഡ് ഓപ്ഷൻ ഡി ദ സൺ. അപ്പോൾ ഇതിൽ ആരെയാണ് പൊങ്കൽ സമയത്ത് ആരാധിക്കുന്നത്? പൊങ്കൽ ഫെസ്റ്റിവൽ സമയത്ത് ആരാധിക്കുന്നത് ദ സൺ അല്ലേ? സൂര്യദേവനെയാണ് ആരാധിക്കുന്നത്. പൊങ്കൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ തമിഴ്നാടു എ ദ്രവിഡിയൻ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ പൊങ്കൽ ഫെസ്റ്റിവൽ നമുക്കറിയാം അല്ലേ? എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? തമിഴ്നാടുവിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതൊരു ദ്രവിഡിയൻ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ് അല്ലേ? ദ്രവിഡിയൻ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ദ സൺ ഇസ് വർഷിപ്ഡ് ഓൺ. ഇനി സണ്ണിനെ വേറെ ഏതൊക്കെ സമയത്ത് അല്ലെങ്കിൽ വേറെ ഏതൊക്കെ ഫെസ്റ്റിവൽ സമയത്താണ് നമ്മൾ സൂര്യനെ ആരാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ദ സൺ ഇസ് വർഷിപ്ഡ് ഓൺ ചാന്ദ് പൂജ, ലോഹ്രി ആൻഡ് പൊങ്കൽ. അപ്പോൾ ശ്രദ്ധിക്കുക, വേറെ ഏതൊക്കെ സമയത്താണ് നമ്മൾ സൂര്യനെ വർഷിക്കുന്നത്? ചാന്ദ് പൂജ, ലോഹ്രി ആൻഡ് പൊങ്കൽ. ഈ മൂന്ന് ഫെസ്റ്റിവൽസിലും നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? സൂര്യനെയാണ് ആരാധിക്കുന്നത്. ഇനി മൂണിനെ ആരാധിക്കുന്നത് ഏതൊക്കെ ഫെസ്റ്റിവൽസ് ആണെന്ന് നോക്കുകയാണെങ്കിൽ ഈദ് ഉണ്ട്, ഗുരു പൂർണിമ ആൻഡ് കർവാ ചാത്ത്. അപ്പോൾ ഏതിനൊക്കെയാണ്? ഈദുണ്ട്, ഗുരു പൂർണിമയുണ്ട്, കർവാ ചാത്ത് ഉണ്ട്. ഇനി നവരാത്രിയിൽ നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? ഗോഡസ് ദുർഗ. ദുർഗയെ ആരാധിക്കുന്നത് എപ്പോഴാണ്? നവരാത്രി സമയത്താണ്. ഇനി ശിവരാത്രി സമയത്ത് നമുക്കറിയാം അല്ലേ? ശിവരാത്രി സമയത്ത് ഏത് ദൈവത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്? ലോർഡ് ശിവ ഇസ് വർഷിപ്ഡ് ഓൺ ശിവരാത്രി. ലോർഡ് ശിവ ഇസ് വർഷിപ്ഡ് ഓൺ ശിവരാത്രി. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പൊങ്കൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് തമിഴ്നാടുവിലാണ്. അതൊരു ദ്രവീഡിയൻ ഫെസ്റ്റിവലാണ്. അതുപോലെ തന്നെ സൂര്യനെ ആരാധിക്കുന്ന വേറെ ഫെസ്റ്റിവലുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെയാണ് ചന്ദ് പൂജ, ലോറി, പൊങ്കൽ. അതുപോലെ തന്നെ മൂണിനെ ആരാധിക്കുന്നതാണെങ്കിൽ ഈദുണ്ട്, ഗുരു പൂർണിമയുണ്ട്, കർവാ ചൗത്ത് ഉണ്ട്. ഇനി നവരാത്രി നമ്മൾ ആരെ ആരാധിക്കുന്നതാണ്? ഗോഡസസ് ദുർഗ അല്ലേ? ദുർഗാദേവി ആരാധിക്കുന്നതാണ് എന്ത്? നവരാത്രി. ഇനി ലോർഡ് ശിവ, ശിവരാത്രിയിൽ നമ്മൾ ആരെ ആരാധിക്കുന്നത്? ശിവനെയാണ് ആരാധിക്കുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഫെസ്റ്റിവൽ എമംഗ് ദ ഗാരോസ് ട്രൈബ് ഓഫ് മേഘാലയ? അപ്പോൾ മേഘാലയയിലുള്ളൊരു ട്രൈബാണ് ഏത്? ഗാരോസ് ട്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാരോസ് ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പോപ്പുലർ ഫെസ്റ്റിവൽ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യം എപ്പോഴാണ് വന്നേക്കുന്നത് നോക്കുക. 22/8/2022 മോർണിംഗ് ഷിഫ്റ്റിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? വിച്ച് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഫെസ്റ്റിവൽ എമംഗ് ദ ഗാരോസ് ട്രൈബ് ഓഫ് മേഘാലയ? മേഘാലയയിലെ ഗാരോസ് ട്രൈബിൻ്റെ ഇടയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫെസ്റ്റിവൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഈസ് വാങ്കല ഫെസ്റ്റിവൽ, ഓപ്ഷൻ ബി ഈസ് യോഷാങ് ഫെസ്റ്റിവൽ, ഓപ്ഷൻ സി ഈസ് പൂരാഗ് ഫെസ്റ്റിവൽ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് നൗഖായ് ഫെസ്റ്റിവൽ. അപ്പോൾ ഇതിലേതാണ് മേഘാലയയിലെ ഗാരോസ് ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ വരുന്നത് വാങ്കല ഫെസ്റ്റിവലാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following harvest festivals is mainly celebrated in South India? സൗത്ത് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇത് ചോദിച്ചിരിക്കുന്നത് 22/8/2022 മോർണിംഗ് ഷിഫ്റ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇസ് ഓണം, ഓപ്ഷൻ ബി ഇസ് മാഘി, ഓപ്ഷൻ സി ഇസ് ബിഹു ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ഉത്തരായൻ. അപ്പോൾ ഇതിൽ ഏതാണ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ? സൗത്ത് ഇന്ത്യയിൽ മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും? നമുക്കറിയാം അല്ലേ? ഓണം ആയിരിക്കും അല്ലേ? ഓണമാണ് സൗത്ത് ഇന്ത്യയിൽ മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ.
Onam celebrated by Malayalis that falls the 22nd nakshatra Tiruvonam in the month Chingam of the Malayalam calendar. The festival is held to honor King Mahabali. നമുക്കറിയുന്ന കാര്യമാണല്ലേ, നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ മലയാളീസാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 22ാമത്തെ നക്ഷത്രമായിട്ടുള്ള തിരുവോണം ദിവസമാണ് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഏത് മാസമാണ് ഓണം, നമുക്കറിയാം അല്ലേ, ചിങ്ങമാസമാണ്. അതുപോലെ തന്നെ മഹാബലിക്കുള്ളൊരു ഓണറായിട്ടാണ് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാഘി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ എവിടത്തെയാണെന്ന് നോക്കാം. മാഘി എന്ന് പറയുന്നത് റീജിയണൽ നെയിം ഓഫ് മകർ സംക്രാന്തിയാണ്. മകർ സംക്രാന്തിയുടെ റീജിയണൽ നെയിമാണ് എന്ത്, മാഘി എന്ന് പറയുന്നത്. എവിടേക്കാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് മാഘി, ശ്രദ്ധിക്കുക, പഞ്ചാബ് ഉണ്ട്, ഹരിയാനയുണ്ട്, ജമ്മു ഉണ്ട്, ഹിമാചൽ പ്രദേശുണ്ട്. ഹിമാചൽ പ്രദേശിൻ്റെ ജമ്മുവിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, മകർ സംക്രാന്തി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചാബിലും ഹരിയാനയിലും എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, മാഘി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഉത്തരായൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഗുജറാത്തിലാണ്. ഉത്തരായൻ സെലിബ്രേറ്റഡ് മെയിൻലി ഇൻ ഗുജറാത്തിലാണ് മെയിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ബിഹു എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ബിഹു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് മെയിൻലി ഇൻ ആസാം ആൻഡ് എ ഫ്യൂ അതർ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ്. മെയിനായിട്ട് ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ആസാമിലാണ് മെയിനായിട്ട് ബിഹു സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ചില നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലും ബിഹു സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്നുകൂടി നോക്കുക. മാഘി എന്ന് പറയുന്നത് എന്താണ്, മകർ സംക്രാന്തിയുടെ ഒരു റീജിയണൽ നെയിമാണ്. ഇത് എവിടേക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്, പഞ്ചാബിലും ഹരിയാനയിലും, അതുപോലെ തന്നെ ചില പാർട്സ് ഓഫ് ഹിമാചൽ പ്രദേശിലും ജമ്മുവിലും. അതുപോലെ തന്നെ ഉത്തരായൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഗുജറാത്തിലാണ് ഉത്തരായൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബിഹു ആണെങ്കിലോ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ആസാമിലാണ്. അതുപോലെ തന്നെ ചില നോർത്ത് ഈസ്റ്റ് പാർട്ടുകളിലും അല്ലെങ്കിൽ ചില നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The famous festival of India, Makar Sankranti, is celebrated in which month? മകർ സംക്രാന്തി ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് വന്നിരിക്കുന്നത് എപ്പോഴാണ് നോക്കൂ, 24/8/2022 മോർണിംഗ് ഷിഫ്റ്റിലാണ് എന്ത് വന്നിരിക്കുന്നത്, മകർ സംക്രാന്തി ഏത് മാസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇസ് മാർച്ച്, ഓപ്ഷൻ ബി ഇസ് ജാനുവരി, ഓപ്ഷൻ സി ഇസ് ജൂലൈ ആൻഡ് ഓപ്ഷൻ ഡി ഇസ് മെയ്. എപ്പോഴാണ് മകർ സംക്രാന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഓപ്ഷൻ ബി ജാനുവരി സമയത്താണ്. ജാനുവരി സമയത്താണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, മകർ സംക്രാന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത്. മകർ സംക്രാന്തി മാർക്സ് ദ എൻഡ് ഓഫ് ദ വിന്റർ സീസൺ ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ ന്യൂ ഹാർവസ്റ്റ് സീസൺ. പുതിയ ഹാർവസ്റ്റ് സീസണിൻ്റെ ബിഗിനിങ് സമയത്താണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, മകർ സംക്രാന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദിസ് ഫെസ്റ്റിവൽ ഇസ് ഡെഡിക്കേറ്റഡ് ടു ദ ലോർഡ് സൺ. സണ്ണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൂര്യദേവന് വേണ്ടിയിട്ടാണ് ഈ ഫെസ്റ്റിവൽ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി മകർ സംക്രാന്തിയിൽ ഓരോ സ്ഥലത്തും ഓരോ നെയിംസാണ്. ആ നെയിംസാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെയാണ് സംക്രാന്ത്. സംക്രാന്ത് എന്ന് പറയുന്നത് ഡൽഹി ആൻഡ് ഹരിയാന. ഹരിയാനയിലും ഡൽഹിയിലും പറയുന്ന പേരാണ് എന്ത്, സംക്രാന്ത് എന്ന് പറയുന്നത്. ഇനി ഉത്തരായൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അല്ലേ, ഉത്തരായൻ പറഞ്ഞു. എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഗുജറാത്തിലാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഉത്തരായൻ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി മാഘാസാജി എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഹിമാചൽ പ്രദേശ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എന്ത്, മാഘാസാജി. ഇനി സൂഗി സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, കർണാടകയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എന്ത്, സൂഗി. ഇനി ഗുഘൂട്ടി ഓർ കാലേക്കുവ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഉത്തരാഖണ്ഡ്. ഗുഘൂട്ടി എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഉത്തരാഖണ്ഡിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മാഘി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബിലാണ്. പൊങ്കൽ തമിഴ്നാട്ടിലാണ്. അതുപോലെ തന്നെ പൗഷ് പർബോൺ എവിടെയാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഇപ്പം എന്തൊക്കെ പഠിച്ചു എന്നൊന്നുകൂടി നമുക്ക് റീകളക്ട് ചെയ്യാം. മകർ സംക്രാന്തി എന്ന് പറയുന്നത് പുതിയ ഹാർവസ്റ്റ് സീസണുള്ള സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ലോർഡ് സണ്ണിനാണ്. അതുപോലെ തന്നെ മകർ സംക്രാന്തി ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേരുകളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സംക്രാന്ത് ഡൽഹി ആൻഡ് ഹരിയാന, ഡൽഹിയിലും ഹരിയാനയിലും പറയുന്ന പേരാണ് എന്ത്, സംക്രാന്ത് എന്ന്. ഉത്തരായൻ ഗുജറാത്തിൽ പറയുന്ന പേരാണ് എന്ത്, ഉത്തരായൻ. ഇനി ഹിമാചൽ പ്രദേശിൽ എന്താണ്, മാഘാസാജി. ഹിമാചൽ പ്രദേശിൽ പറയുന്നതാണ് എന്ത്, മാഘാസാജി. സുഗി എപ്പോഴാണ്, കർണാടകയിൽ അറിയപ്പെടുന്ന പേരാണ്. ഗുഗൂട്ടി ഓർ കാലേക്കുവ, ഗുഗൂട്ടി എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഉത്തരാഖണ്ഡിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ മാഘി നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, മാഘി എവിടെയാണ്, പഞ്ചാബിലാണ്.
പൊങ്കൽ, പൊങ്കൽ എവിടെയാണ്? തമിഴ്നാടുവിലാണ്. ഇനി പൗഷ് പർബോൺ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. പൗഷ് പർബോൺ വെസ്റ്റ് ബംഗാളിലാണ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒക്കേഷൻസ് നാട്യാഞ്ജലി ഉത്സവ് ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഇൻ തമിഴ്നാടു? അപ്പോൾ നാട്യാഞ്ജലി ഉത്സവ് എല്ലാ വർഷവും എവിടെ അല്ലെങ്കിൽ എന്തിനൊപ്പമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒക്കേഷൻസ് നാട്യാഞ്ജലി ഉത്സവ് ഇസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഇൻ തമിഴ്നാടു? എല്ലാ വർഷവും തമിഴ്നാട്ടിൽ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്? നാട്യാഞ്ജലി ഉത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് ഒക്കേഷനിലാണ് നാട്യാഞ്ജലി ഉത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എപ്പോഴാണെന്ന് നോക്കൂ. 24/8/2022 മോർണിംഗ് ഷിഫ്റ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഏതിനൊപ്പമാണ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഏത് ഒക്കേഷനിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മഹാശിവരാത്രി, ബി പൊങ്കൽ, സി ദീപാവലി ആൻഡ് ഡി ജന്മാഷ്ടമി. അപ്പോൾ ഏത് ഒക്കേഷനിലായിരിക്കും നാട്യാഞ്ജലി ഉത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക? നാട്യാഞ്ജലി ഉത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക മഹാശിവരാത്രി ദിവസമാണ്. മഹാശിവരാത്രിക്ക് ഒപ്പമാണ് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാട്യാഞ്ജലി ഉത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാട്യാഞ്ജലി ഡാൻസ് ഫെസ്റ്റിവൽ ഇസ് എ 5-day ഫെസ്റ്റിവൽ. ശ്രദ്ധിക്കുക, നാട്യാഞ്ജലി ഉത്സവ് എന്ന് പറയുന്നത് ഒരു 5 ദിവസത്തെ ഫെസ്റ്റിവലാണ്, അല്ലേ? 5 ദിവസത്തെ ഫെസ്റ്റിവലാണ്. ഈസ് ഹെൽഡ് എവറി ഇയർ ഡ്യൂറിങ് ദ മന്ത്സ് ഓഫ് ഫെബ്രുവരി ആൻഡ് മാർച്ച്. എപ്പോഴാണ്? മാർച്ചിലും അതുപോലെ തന്നെ ഫെബ്രുവരി മാർച്ച് സമയത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇൻ ദ പ്രകാര ഓഫ് ദ ചിദംബരം ടെമ്പിൾ ഇൻ ദ സിറ്റി ഓഫ് ചിദംബരം ഇൻ തമിഴ്നാടു. എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ചിദംബരം ടെമ്പിളിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ചിദംബരം ടെമ്പിളിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ്? നാട്യാഞ്ജലി ഡാൻസ് ഫെസ്റ്റിവൽ ഒരു 5 ദിവസത്തെ ഡാൻസ് ഫെസ്റ്റിവലാണ്. സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരി മാർച്ച് സമയത്താണ്. അതുപോലെ തന്നെ ഏത് ടെമ്പിളിൽ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ചിദംബരം ടെമ്പിൾ, തമിഴ്നാടുവിലുള്ള ചിദംബരം ടെമ്പിളിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. This dance festival is dedicated to the Lord of Dances and the cosmic dancer Lord Nadaraja. ലോർഡ് നടരാജയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ലോർഡ് നടരാജയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നാട്യാഞ്ജലി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാട്യാഞ്ജലി ഫെസ്റ്റിവൽ ഒരു 5 ദിവസത്തെ ഫെസ്റ്റിവലാണ്. എപ്പോഴായിരിക്കും? ഏത് മാസങ്ങളിലായിരിക്കും? ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും. ചിദംബരം ടെമ്പിൾ തമിഴ്നാടുവിൽ വെച്ചായിരിക്കും. ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ്? ലോർഡ് നടരാജയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കൾച്ചറൽ ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഈസ് എ 10-day ഫെസ്റ്റിവൽ ഓഫ് ക്ലാസിക്കൽ ഡാൻസ്, folk art and light music and is held every year between February and March in Silpgram? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് കൾച്ചറൽ ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയാണ് ഒരു 10 ദിവസത്തെ ഫെസ്റ്റിവലാണ്? അത് ഒരു ക്ലാസിക്കൽ ഡാൻസ്, ഫോക്ക് ആർട്ട്, ലൈറ്റ് മ്യൂസിക് ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. നടക്കുന്നത് ഫെബ്രുവരി മാർച്ച് സമയത്താണ്. എവിടെ വെച്ചാണ്? സിൽപ്ഗ്രാമിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ ഫെസ്റ്റിവലിൻ്റെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്, 10 ദിവസത്തെ ഫെസ്റ്റിവലാണ്. ക്ലാസിക്കൽ ഡാൻസ്, ഫോക്ക് ആർട്ട്, ലൈറ്റ് മ്യൂസിക് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി മാർച്ച് സമയത്താണ് നടക്കുന്നത്. എവിടെ വെച്ചാണ് നടക്കുന്നത്? സിൽപ്ഗ്രാമിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ ഫെസ്റ്റിവലിൻ്റെ പേരെന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഈസ് താജ് മഹോത്സവ്, ഓപ്ഷൻ ബി ഈസ് ഹംപി ഡാൻസ്, ഓപ്ഷൻ സി ഈസ് നാട്യാഞ്ജലി ഉത്സവ്, ഓപ്ഷൻ ഡി ഈസ് നിശാഗന്ധി ഫെസ്റ്റിവൽ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ വരുന്നത് താജ് മഹോത്സവ് ആണ്. ഇത് എപ്പോഴാണ് ചോദിച്ചിരിക്കണേന്ന് നോക്കുക. 24/8/2022 ഈവനിങ് ഷിഫ്റ്റിലാണിത് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ താജ് മഹോത്സവ് എന്ന് പറയുന്നതാണ് എന്ത്? ഒരു 10 ദിവസത്തെ ഫെസ്റ്റിവലാണ്. ക്ലാസിക്കൽ ഡാൻസ്, ഫോക്ക് ആർട്ട്, ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു 10 ദിവസത്തെ ഫെസ്റ്റിവലാണ്. ഓർഗനൈസ്ഡ് ബൈ ദ താജ് മഹോത്സവ് കമ്മിറ്റി, പ്രസൻറ്റഡ് ബൈ ദ കമ്മീഷണർ ആഗ്ര ഡിവിഷൻ. അപ്പോൾ ആരാണ് താജ് മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? താജ് മഹോത്സവ് കമ്മിറ്റിയാണ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? താജ് മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹംപി ഡാൻസ് ഉത്സവ്, ഹംപി ഡാൻസ് ഉത്സവിൻ്റെ വേറെ പേരാണ് എന്ത്? വിജയ ഉത്സവ്. ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് അറ്റ് ഹംപി, എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ സെൻട്രൽ കർണാടക. ഹംപി എന്താണ്? ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. എവിടെയാണ്? സെൻട്രൽ കർണാടകയിലുള്ള ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഏത്? ഹംപി. അവിടെ വെച്ച് എന്ത് നടക്കുന്നത്? ഹംപി ഡാൻസ് ഉത്സവ് അല്ലെങ്കിൽ വിജയ ഉത്സവ് നടക്കുന്നത്. ഇനി the festival is reminiscent of the grand Vasantotsava that was celebrated during the time of the Vijayanagara Empire.
നമുക്കറിയാം അല്ലേ, ഹംപി ഏത് എംപയറിൻ്റെ ക്യാപിറ്റൽ ആയിരുന്നു? വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റൽ ആയിരുന്നു. അവർ നടത്തുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ ആയിരുന്നു എന്ത്? ഒരു ഗ്രാൻഡ് ഫെസ്റ്റിവൽ ആയിരുന്നു ഗ്രാൻഡ് വസന്തോത്സവ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്ന ഫെസ്റ്റിവലാണ് ഏത്? ഹംപി ഫെസ്റ്റിവൽ. ഇനി എന്തായിരുന്നു? നാട്യാഞ്ജലി ഡാൻസ് ഉത്സവം അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാടുവിലുള്ള ഉത്സവമാണ് ഏത്? നാട്യാഞ്ജലി ഡാൻസ് ഉത്സവ്. ട്രിബ്യൂട്ട് ആർക്കായിരുന്നു? ട്രിബ്യൂട്ട് ലോർഡ് ശിവ അല്ലെങ്കിൽ ലോർഡ് നടരാജനായിരുന്നു എന്ത്? ട്രിബ്യൂട്ട്. പിന്നെ വരുന്നതാണ് എന്ത്? നിശാഗന്ധി ഫെസ്റ്റിവൽ അല്ലേ. നിശാഗന്ധി ഫെസ്റ്റിവൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? തിരുവനന്തപുരം, കേരള അല്ലേ. നമുക്കറിയാം തിരുവനന്തപുരം കേരള ഓഫ് കനകക്കുന്ന് പാലസ് അല്ലേ. കനകക്കുന്ന് പാലസ് തിരുവനന്തപുരം കേരളയിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവലാണ് എന്ത്? നിശാഗന്ധി ഫെസ്റ്റിവൽ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം നമുക്ക്. താജ് മഹോത്സവ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആരാണ്? താജ് മഹോത്സവ് കമ്മിറ്റിയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹംപി ഡാൻസ് ഉത്സവത്തിൻ്റെ വേറെ പേരാണ് എന്ത്? വിജയ ഉത്സവ്. സെലിബ്രേറ്റ് ചെയ്യുന്നത് ഹംപിയിൽ വെച്ചിട്ടാണ്. ഹംപി എന്ന് പറയുന്നത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഹംപി സെൻട്രൽ കർണാടകയിലാണ് വരുന്നത്. അതുപോലെ തന്നെ വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റലാണ് ഹംപി. അവർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉത്സവമായിരുന്നു ഗ്രാൻഡ് വസന്തോത്സവ. അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ ഹംപി ഡാൻസ് ഉത്സവ്. പിന്നെ നാട്യാഞ്ജലി ഡാൻസ് ഉത്സവം എന്ന് പറയുന്നത് തമിഴ്നാടുവിൽ വെച്ച് നടക്കുന്നതാണ്. ട്രിബ്യൂട്ട് ടു ലോർഡ് ശിവ അല്ലെങ്കിൽ ലോർഡ് നടരാജ്. ഇനി നിശാഗന്ധി ഫെസ്റ്റിവൽ. നിശാഗന്ധി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് കനകക്കുന്ന് പാലസ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നതാണ്. കേരളത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഫെസ്റ്റിവൽ റിവൈവ്സ് ആൻഡ് പ്രിസർവ് ദ റിച്ച് കൾച്ചർ ഓഫ് നാഗാലാൻഡ് ആൻഡ് ഷോക്കേസസ് ട്രഡീഷൻ? നാഗാലാൻഡിൻ്റെ കൾച്ചറും അതുപോലെ തന്നെ ട്രഡീഷൻസും ഒക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് വന്നിരിക്കുന്നത് എപ്പോഴാണ് നോക്കൂ. 25/8/2022 മോർണിംഗ് ഷിഫ്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണായിരിക്കും ആ ഫെസ്റ്റിവൽ? ഓപ്ഷൻ എ ഇസ് തൃശ്ശൂർ പൂരം ഫെസ്റ്റിവൽ, ഓപ്ഷൻ ബി ഇസ് ഹോൺബിൽ ഫെസ്റ്റിവൽ, ഓപ്ഷൻ സി ഇസ് ലോസർ ഫെസ്റ്റിവൽ ആൻഡ് ഓപ്ഷൻ ഡി ഇസ് തൈപ്പൂയം ഫെസ്റ്റിവൽ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരുന്നുണ്ടാവുക? നാഗാലാൻഡിൻ്റെ കൾച്ചറും അതുപോലെ തന്നെ ട്രഡീഷൻസും ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതായിരിക്കും? ഹോൺബിൽ ഫെസ്റ്റിവൽ. ഹോൺബിൽ ഫെസ്റ്റിവൽ ആയിരിക്കും നാഗാലാൻഡിൻ്റെ കൾച്ചറും അതുപോലെ തന്നെ ട്രഡീഷൻസും ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന ഫെസ്റ്റിവൽ. Hornbill Festival, Nagaland is the longest and most popular music festival in the country. കൺട്രിയിലെ തന്നെ ലോങ്സ്റ്റും അതുപോലെ തന്നെ പോപ്പുലറുമായിട്ടുള്ള മ്യൂസിക് ഫെസ്റ്റിവൽ ആണ് എന്ത്? ഹോൺബിൽ ഫെസ്റ്റിവൽ. Celebrated from 1 to 10 of December since 2000, named after hornbill, a bird. നമുക്കറിയാം അല്ലേ, ഹോൺബിൽ എന്ന് പറയുന്നൊരു ബേർഡാണ് നമുക്കറിയാം. അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? 1 to 10 of December. ഡിസംബറിലെ 1 to 10 അല്ലേ, 1 തൊട്ട് 10 ദിവസം, 10 ദിവസത്തെ ഫെസ്റ്റിവലാണ് എന്ത്? ഹോൺബിൽ ഫെസ്റ്റിവൽ. ഏത് മാസമാണ്? ഡിസംബറിലാണ്. The festival represents all the ethnic groups of Nagaland, for which it is also called as Festival of Festivals. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്ന് അറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. ഇനി ലോസർ ഫെസ്റ്റിവൽ അരുണാചൽ പ്രദേശിലെയാണ് കേട്ടോ, ശ്രദ്ധിക്കുക. ലോസർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെയാണ്. തൈപ്പൂയം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, തൈപ്പൂയം ഫെസ്റ്റിവൽ എവിടെയാണ്? തമിഴ്നാടിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പഠിക്കാം. നമ്മുടെ റിച്ച് ആയിട്ടുള്ള കൾച്ചറും അതുപോലെ തന്നെ ട്രഡീഷൻസും ഒക്കെ, നാഗാലാൻഡിൻ്റെ റിച്ച് ആയിട്ടുള്ള ട്രഡീഷൻസ് കൾച്ചറൊക്കെ ഷോക്കേസ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലോങ്സ്റ്റും അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലറുമായിട്ടുള്ള മ്യൂസിക് ഫെസ്റ്റിവലാണ്. 10 ദിവസമാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഏത് മാസമാണെന്ന് നോക്കുകയാണെങ്കിൽ ഡിസംബറിലാണ്. എപ്പോൾ തൊട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 2000 തൊട്ട്, ഓക്കെ, 2000 തൊട്ടാണിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവലാണ് എന്ത്? ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇനി ലോസർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ഒരു ഫെസ്റ്റിവലാണ് ലോസർ ഫെസ്റ്റിവൽ. തൈപ്പൂയം നമുക്കറിയാം, തമിഴ്നാടിൻ്റെ ഫെസ്റ്റിവലാണ് എന്ത്? തൈപ്പൂയം ഫെസ്റ്റിവൽ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെസ്റ്റിവൽസ് ഇസ് ഓൾസോ നോൺ ആസ് റൂറൽ ഒളിമ്പിക്സ്? റൂറൽ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴാണ് ചോദിച്ചതെന്ന് നോക്കൂ. ചോദിച്ചത് 26/8/2022 ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്ത്? റൂറൽ ഒളിമ്പിക്സ്. റൂറൽ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഈസ് കില റായ്പൂർ സ്പോർട്സ് ഫെസ്റ്റിവൽ, ഓപ്ഷൻ ബി ഇസ് പുഷ്കർ ഫെയർ, ഓപ്ഷൻ C is Dree Festival and option D is Onam Festival. ഏതായിരിക്കും? ഓപ്ഷൻ ബി പുഷ്കർ ഫെയർ ആയിരിക്കും. പുഷ്കർ ഫെയർ ആയിരിക്കും എന്തായിട്ട് അറിയപ്പെടുന്നത്? റൂറൽ ഒളിമ്പിക്സ് ആയിട്ട് അറിയപ്പെടുന്നത്. പുഷ്കർ ഫെയർ എ 7-day ഫെസ്റ്റിവൽ. ശ്രദ്ധിക്കുക, 7 ദിവസത്തെ ഫെസ്റ്റിവലാണ് എന്ത്? പുഷ്കർ ഫെസ്റ്റിവൽ. ഹെൽഡ് എവറി ഇയർ അറ്റ് ദ ടൈം ഓഫ് കാർത്തിക് പൂർണിമ. കാർത്തിക പൂർണിമയുടെ സമയത്ത് ഉണ്ടാകുന്ന ഫെസ്റ്റിവലാണ് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് എന്ത്? പുഷ്കർ ഫെയർ. This traditional carnival brings thousands of camels, cattle and horses together.
ശ്രദ്ധിക്കുക, ഇതിൻ്റെ സമയത്താണ് തൗസൻഡ്സ് ഓഫ് ക്യാമൽസ്, കാറ്റൽസ്, ഹോഴ്സസ് ഇതൊക്കെ ഒന്നിച്ച് വരുന്ന ഒരു ട്രഡീഷണൽ ഫെസ്റ്റിവലാണ് ഏത്, നമ്മുടെ പുഷ്കർ ഫെയർ. ഇനി നമ്മൾ അതിൽ ഓപ്ഷനിൽ കണ്ടതാണ് ഡ്രീ ഫെസ്റ്റിവൽ, എ ക്രോപ്പ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. അപ്പോൾ ഡ്രീ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്, അരുണാചൽ പ്രദേശിൽ വെച്ചാണ് നടക്കുന്നത്. അരുണാചൽ പ്രദേശിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവലാണ് ഇത്, ഡ്രീ ഫെസ്റ്റിവൽ. ഓണം നമുക്കറിയാം, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ കേരള. കേരളത്തിൻ്റെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് ഇത്, ഓണം. അപ്പോൾ ഒന്നുകൂടെ പറയാം, പുഷ്കർ ഫെയർ ആണ് റൂറൽ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ. ഒരു 7 ദിവസത്തെ ഫെസ്റ്റിവലാണ്. കാർത്തിക പൂർണ്ണിമയുടെ സമയത്താണ് നടക്കുന്നത്. തൗസൻഡ്സ് ഓഫ് ക്യാമൽസ്, കാറ്റൽസ്, ഹോഴ്സസ് ഒക്കെ ഒന്നിച്ച് വരുന്ന ഒരു ട്രഡീഷണൽ ഫെസ്റ്റിവലാണ് എന്ത്, പുഷ്കർ ഫെയർ. ഇനി ഡ്രീ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ക്രോപ്പ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ്, നടക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഓണം എന്ന് പറയുന്നത് ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ്. എവിടെയാണ് നടക്കുന്നത്, കേരളത്തിലാണ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following festivals is associated with the state of Odisha? ഒഡീഷയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്, അല്ലെങ്കിൽ ഒഡീഷയിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴാണ് നോക്കിയേ, 29/8/2022. 29/8/2022 മോർണിംഗ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്ത്, ശ്രദ്ധിച്ചേ, സ്റ്റേറ്റ് ഓഫ് ഒഡീഷയിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇസ് അംബുബാച്ചി, ഓപ്ഷൻ ബി ഇസ് പൊങ്ടു, ഓപ്ഷൻ സി ഇസ് രാജപർബ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് പൂരാങ്. അപ്പോൾ ഇതിൽ ഏതാണ് ഒഡീസയിൽ നടക്കുന്നത്, ഓപ്ഷൻ സി രാജപർബ. രാജപർബ എന്ന് പറയുന്നത് ഒഡീസയിൽ നടക്കുന്ന ഫെസ്റ്റിവലാണ്. അപ്പോൾ രാജപർബയുടെ വേറെ പേരുകൾ നോക്കിയേ, മിഥുന സംക്രാന്തി, സ്വിംഗ് ഫെസ്റ്റിവൽ. അപ്പോൾ രാജപർബയുടെ വേറെ പേരുകളാണ് അതൊക്കെ, മിഥുന സംക്രാന്തി, അതുപോലെ സ്വിംഗ് ഫെസ്റ്റിവൽ. ഇതൊരു 3 day ലോങ് ഫെസ്റ്റിവലാണ്. ശ്രദ്ധിക്കുക, 3 day ലോങ് ഫെസ്റ്റിവലുകളാണ് ഏത്, രാജപർബ. രാജപർബയുടെ വേറെ പേരുകളാണ് മിഥുന സംക്രാന്തി, അതുപോലെ തന്നെ സ്വിംഗ് ഫെസ്റ്റിവൽ. ഇനി ഒഡീസയിലെ വേറെ ഫെസ്റ്റിവൽ നോക്കുകയാണെങ്കിൽ ദുർഗാ പൂജയുണ്ട്, കലിംഗ മഹോത്സവമുണ്ട്, മഹാവിഷ്ണു സംക്രാന്തി ഉണ്ട്, മാഘസപ്തമിയുണ്ട്, ചാവു ഫെസ്റ്റിവൽ ഉണ്ട്. ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്, ഒഡീസയിലാണ്. ഇനി ആസാം നോക്കുകയാണെങ്കിലോ ബിഹു ഉണ്ട്, ബൈസാഗു, അലിഗാങ്, ബൈഖോ, അതുപോലെ തന്നെ റോങ്കർ ഉണ്ട്, രാജനി ഗബ്ര, ഹർണി ഗബ്ര, മൊഹായിഗോ ബിഷു, അംബുബാജി മേള, അതുപോലെ തന്നെ പൂരാങ് ഉണ്ട്, ജോൺബീൽ മേളയുണ്ട്. ഇത്രയും നടക്കുന്നത് എവിടെയാണ്, ആസാമിലാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം, രാജപർബയുടെ വേറെ പേരുകൾ എന്തൊക്കെയാണ്, മിഥുന സംക്രാന്തി ഉണ്ട്, സ്വിംഗ് ഫെസ്റ്റിവൽ ഉണ്ട്. ഇത് ഒരു 3 day ലോങ് ഫെസ്റ്റിവലാണ് അല്ലേ, 3 ദിവസത്തെ ഫെസ്റ്റിവലാണ്. ഇനി ഒഡീസയുടെ വേറെ ഫെസ്റ്റിവലുകൾ നോക്കുകയാണെങ്കിൽ ദുർഗാപൂജ, കലിംഗ മഹോത്സവ്, മഹാവിഷ്ണു സംക്രാന്തി, മാഘസപ്തമി, അതുപോലെ തന്നെ ചാവു ഫെസ്റ്റിവൽ. ശ്രദ്ധിക്കുക, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെസ്റ്റിവൽസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് ആസാം? ആസാമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, 30/8/2022 മോർണിംഗ് ഷിഫ്റ്റിൽ ചോദിച്ചതാണ് എന്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെസ്റ്റിവൽ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് ആസാം എന്ന്. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ബൈസാഖി, ഓപ്ഷൻ ബി ബിഹു, ഓപ്ഷൻ സി പൊങ്കൽ ആൻഡ് ഓപ്ഷൻ സി ഈസ് ഓണം ആൻഡ് ഓപ്ഷൻ ഡി ഈസ് പൊങ്കൽ. അപ്പോൾ ഏതാണ് ആസാമിൽ വെച്ച് നടക്കുന്നത്, ആസാമിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവലാണ് ബിഹു. ബിഹു ഇസ് എ സെറ്റ് ഓഫ് 3 important Assamese festival in the Indian state of Assam. Rongali or Bohang Bihu observed in April, Kongali or Kati Bihu observed in October, and Bongali or Magh Bihu is observed in January. അപ്പോൾ ശ്രദ്ധിച്ചേ, ബിഹു എന്ന് പറയുന്നത് 3 important ആസാമീസ് ഫെസ്റ്റിവൽസ് ചേർന്നതാണ് എന്ത്, ബിഹു. അതിൽ ആദ്യത്തെയാണ് എന്ത്, ആസാം റൊങ്കാളി ഓർ ബൊഹാങ് ബിഹു എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക, ഏപ്രിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി കൊങ്കാളി ഓർ കാത്തി ബിഹു എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക, ഒക്ടോബറിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബൊങ്കാളി ഓർ മാഘ് ബിഹു എപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ജാനുവരിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ 3ഉം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിഹു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എവിടെയാണിതുള്ളത്, ആസാമിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് പൊങ്കൽ. പൊങ്കൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മൾട്ടി ഡേ ഹിന്ദു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, തമിഴ്നാടും അതുപോലെ തന്നെ ശ്രീലങ്കയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബൈസാഖി എന്ന് പറയുന്ന ഒരു സ്പ്രിംഗ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്.
എവിടാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നോർത്ത് ഇന്ത്യയിലാണ്. ബൈസാഖി എന്ന് പറയുന്ന ഒരു സ്പ്രിംഗ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. എവിടാ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നോർത്ത് ഇന്ത്യയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മാരുശ്രീ ഓർ മാരുശ്രീ ഈസ് എ ഡെസേർട്ട് പേഗൻ ഹെൽഡ് അറ്റ് ദ ഡാഷ്. അപ്പോൾ മാരുശ്രീ എന്ന് പറയുന്നത് ഏത് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കുന്ന കോമ്പറ്റീഷൻ ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. 2/9/2022 മോർണിംഗ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ പുഷ്കർ ഫെയർ, ബി ഹോൺബിൽ ഫെസ്റ്റിവൽ, സി ജൈസാൽമീർ ഡെസേർട്ട് ഫെസ്റ്റിവൽ ആൻഡ് ഡി ഗോവ കാർണിവൽ. ഏതിനോടനുബന്ധിച്ച് നടക്കുന്നതാണ്? ഓപ്ഷൻ സി ജൈസാൽമീർ ഡെസേർട്ട് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചതാണ് എന്ത്? മാരുശ്രീ എന്ന് പറയുന്നത്. ഇനി ജൈസാൽമീർ ഡെസേർട്ട് ഫെസ്റ്റിവൽ ഇസ് ആൻ ആനുവൽ ഇവൻറ്റ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ താർ ഡെസേർട്ട് ഇൻ ഫെബ്രുവരി ഡെഡിക്കേറ്റഡ് ടു ലോർഡ് കൃഷ്ണ. അപ്പോൾ ജൈസാൽമീർ ഡെസേർട്ട് ഫെസ്റ്റിവൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? താർ ഡെസേർട്ടിലാണ് നടക്കുന്നത്. എപ്പോഴാണ് നടക്കുന്നത്? ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ്? ലോർഡ് കൃഷ്ണയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ലോർഡ് കൃഷ്ണയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഫെബ്രുവരിയിൽ നടക്കുന്ന ഫെസ്റ്റിവലാണ് ഏത്? ജൈസാൽമീർ ഡെസേർട്ട് ഫെസ്റ്റിവൽ. There is a unique competition for men by the name of Marushri or Mr. Desert Pagan. അതായത് മെന്നിന് വേണ്ടി നടത്തുന്ന കോമ്പറ്റീഷൻ ആണ് എന്ത്? ഈ മാരുശ്രീ എന്ന് പറയുന്ന കോമ്പറ്റീഷൻ. ഇനി രാജസ്ഥാൻ്റെ വേറെ ഫെസ്റ്റിവലുകൾ നോക്കുകയാണെങ്കിൽ പുഷ്കർ ഫെസ്റ്റിവൽ ഉണ്ട്. പുഷ്കർ ഫെസ്റ്റിവൽ, കുംഭൽഗർഗ് ഫെസ്റ്റിവൽ, വിൻ്റർ ഫെസ്റ്റിവൽ ഇൻ മൗണ്ട് അബു, ക്യാമൽ ഫെയർ ഉണ്ട്, കൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ട്, നാഗോർ ഫെയർ ഉണ്ട്, മേവർ ഉണ്ട്, മേവർ ഫെസ്റ്റിവൽ, അബനേരി ഫെസ്റ്റിവൽ ഉണ്ട്, റാണക്പൂർ മഹോത്സവം ഉണ്ട്. ശ്രദ്ധിക്കുക, റാണക്പൂർ മഹോത്സവം ഉണ്ട്. ഇത്രയുമാണ് എവിടെ വെച്ച് നടക്കുന്നത്? രാജസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവലുകളാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്